ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമുക്ക് ഒരു എൻക്വയറി വന്നാൽ എങ്ങനെയൊക്കെ ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ ഒരുപാട് റിസർച്ചിൽ നിന്നും ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കഴിഞ്ഞ വർക്ക്ഷോപ്പിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ കുറെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എൻ്റെ ക്ലയന്റുകളുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ ടിപ്സ്, 35 ടിപ്സ് ആണ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് വരുന്ന എൻക്വയറീസിനെ എങ്ങനെയൊക്കെ ക്ലോസ് ചെയ്യാം. ഇത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സെയിൽസ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സെയിൽസും കൂടി ഞാൻ കവർ ചെയ്യാണ്. അപ്പൊ ഒരു ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതും ആയ ഒരു 35 എഫക്റ്റീവ് അഡ്മിഷൻ ക്ലോസിംഗ് ടെക്നിക്സ് ആണ്. പലയിടത്തും റിസർച്ച് ഒക്കെ നടത്തി ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ് ഈ ടിപ്സ്. ഇപ്പൊ സാറായാലും ഈ ഫീൽഡിൽ ഒരുപാട് വർഷമുള്ളതാ. ഞാൻ പറയുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും സാറിനുണ്ടെങ്കിൽ അത് സാർ എന്നോട് പറയണം, എനിക്കതും കൂടെ ആഡ് ചെയ്യാനാണ്. ഓക്കെ 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 അപ്പൊ ഞാൻ തുടങ്ങാം. ഇത് ഒരുപാട് ഞാൻ പറഞ്ഞ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് പി പി ടി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതിലെ ടിപ്പ് 1, മിക്ക സ്ഥാപനങ്ങളിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ അക്കാഡമിക് കൗൺസിലറിന്റെ അടുത്ത് അല്ലെങ്കിൽ സെയിൽസ് പേഴ്സന്റെ അടുത്ത് അഡ്മിഷനെ കുറിച്ച് ചോദിച്ചാൽ പറയും ലീഡ് ക്വാളിറ്റി വളരെ മോശമാണ്, എൻക്വയറി ക്വാളിറ്റി ഇല്ല എന്ന് പറയും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവർ പറയുന്നതാ എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ, സാറാ ഡേറ്റയൊക്കെ മോശമായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തൊരു അപ്പൊ ചോദിക്കുമ്പോഴാണ് അറിയണം 10 ഡേറ്റയിൽ ചിലപ്പോൾ 3 മോശം. അവർ ഈ മോശത്തിന് നെഗറ്റീവായിട്ടുള്ള ഡേറ്റയെ കുറിച്ച് 7 നല്ലതായിരിക്കും. ചിലപ്പോൾ 10 മോശമായിരിക്കും. ബാക്കി 4 പേര് ഫോൺ എടുത്തിട്ടുണ്ടാവും, താല്പര്യമുള്ളവരായിരിക്കും. ബാക്കി 2 പേര് ചിലപ്പോൾ ഫോൺ എടുക്കാത്തവരായിരിക്കും. പക്ഷെ ഇവർ ജനറലി അങ്ങനെ പറയും ഡേറ്റ മോശമാണ്. ഞാൻ ആദ്യം അങ്ങനെ കേട്ട് പിന്നെ ഞാൻ ഒരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ, നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാവൂ. 10 ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഡേറ്റ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡേറ്റ നല്ലതായിരുന്നു, അത്രമാത്രം നമുക്ക് കേട്ടാൽ മതി. നമ്മൾ എന്തിനു നെഗറ്റീവ് കേൾക്കണം? അങ്ങനെ ഞാൻ ആ നെഗറ്റീവ് പറയൽ നിർത്തി, പോസിറ്റീവ് മാത്രമാക്കി. ഇപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നു. അതാണ് ഞാൻ ആദ്യം ചെയ്തൊരു പരിപാടി. ഓക്കെ. രണ്ടാമത്തെ ഞാൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാഡമിക് കൗൺസിലർ അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്നവർക്ക് വലിയ റെസ്പെക്റ്റോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിവാർഡോ കൊടുക്കാത്ത സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ അഡ്മിഷനും ബെനിഫിറ്റ് ഉണ്ട്. ഓരോ അഡ്മിഷൻ അപ്പൊ അവർക്ക് ഭയങ്കര എൻകറേജ്ഡ് ആണ് അവർ. കാരണം അവരാണ് നമ്മുടെ എല്ലാ ബിസിനസ്സും കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ ഓഫീസിലുള്ള എല്ലാവർക്കും സാലറി കൊടുക്കുന്നത്, നമ്മുടെ ബിസിനസ് തന്നെ റൺ ചെയ്യണം. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഓരോ അഡ്മിഷനും ബെനിഫിറ്റ് കൊടുക്കും. അപ്പൊ അവർക്ക് ഓരോ പ്രാവശ്യം അഡ്മിഷൻ എടുക്കാൻ തോന്നും. അതുപോലെ തന്നെ ഇൻസെന്റീവ് വീക്കിലി റിലീസ് ചെയ്യും അല്ലെങ്കിൽ മന്ത്ലി. ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് അവരൊന്നും വീക്കിലി റിലീസ് ചെയ്യില്ല, ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ റിലീസ് ചെയ്യും. അതിനൊരു കൃത്യമായ ക്ലാരിറ്റി ഇല്ല. അത് ഞാൻ ഒഴിവാക്കി. കൃത്യമായി ഇൻസെന്റീവ് കൊടുക്കും. അപ്പൊ അവർക്ക് ഭയങ്കര എൻകറേജ്ഡ് ആണ്. ഓക്കെ. മൂന്നാമത്തെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, മിക്ക സ്ഥാപനത്തിലും കാണുന്ന ഒരു കാര്യമാണ്, ആരെയും സെയിൽസിൽ എടുക്കും. ഞാൻ അങ്ങനെ കുറെ പേര് എടുത്ത്, നമ്മൾ സെയിൽസിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എടുക്കുകയാണെങ്കിൽ ആ സെയിൽസിൽ താല്പര്യമുള്ളവരെ മാത്രം എടുക്കാവൂ. അവർക്ക് അതാണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷനോടായിരിക്കും താല്പര്യം. ചിലർക്ക് സെയിൽസ് മറ്റുള്ളവർ സംസാരിക്കാനും കൺവിൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. ചിലവർക്ക് സെയിൽസ് താല്പര്യമില്ലാത്തവർ നമ്മളെ വെറുതെ എടുത്തു വെക്കും.
അതിന് അവർ കുറെ ഡേറ്റകളൊക്കെ വിളിച്ച് എന്നിട്ട് പറയാം നമ്മുടെ ബിസിനസ് എല്ലാം അവർ സ്പോയിൽ ചെയ്യും. അപ്പൊ ഞാൻ ആദ്യം അങ്ങനെ കുറെ പേര് വന്നവരൊക്കെ എടുക്കായിരുന്നു. ഇപ്പൊ ഞാൻ ഉറപ്പുവരുത്തണം, നമ്മൾ കൃത്യമായിട്ട് അവരോട് ട്രാൻസ്പെറന്റ് ആയിട്ട് അങ്ങോട്ട് പറയും. എന്താ പറയണേ? നിങ്ങളുടെ റോൾ ഇതാണ്. നിങ്ങളുടെ റോൾ എന്ന് പറയുന്നത് എൻക്വയറി വരുന്നത് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്ത് കാൻഡിഡേറ്റിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. അവരെ അഡ്മിഷൻ തന്നെ എടുക്കണം. ഇത് തന്നെ പറയണം അവരോട്. ചിലവർ പറയും അങ്ങനെ ചെയ്താൽ ചേട്ടാ അവസാനം ഇതിലേക്ക് വരും. അവർ പെർഫോം ചെയ്യില്ല. നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും, പൈസ മുടക്കി ആഡ് ചെയ്യും. അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അഡ്മിഷനും തരില്ല. അവർ സ്ഥാപനം നിർത്തി പോവുകയും ചെയ്യും. ടോട്ടൽ നമ്മുടെ എനർജിയും നമ്മളിട്ട എഫേർട്ടും വേസ്റ്റ് ആവാണ്. അപ്പം മേക്ക് ഷുവർ ചെയ്യുക 100% ക്ലാരിറ്റി വരുത്താം. സെയിൽസ് പേഴ്സൺ എടുക്കാവൂ. എൻഷുർ യു ഹയർ സെയിൽസ് ഓറിയന്റഡ് പ്രൊഫഷണൽസ്. ഇതും ഒരുപാട് മാറ്റങ്ങൾ വന്നു. അടുത്തത് ഞാൻ കാണുന്ന ഇതാണ്, ചില സ്ഥാപനങ്ങളിൽ ചില അഡ്മിഷൻസിന്റെ ക്രെഡിറ്റ് ഒന്നും ഈ അക്കാഡമിക് കൗൺസിലേഴ്സിന് കൊടുക്കില്ല. നമ്മൾ ട്രാൻസ്പെറന്റ് ആവില്ല. ഞാൻ എൻ്റെ ഓഫീസിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ 100 അഡ്മിഷൻ എടുത്താൽ 100ന്റെ ക്രെഡിറ്റ് അക്കാഡമിക് കൗൺസിലേഴ്സിന് തന്നെ കൊടുക്കും. ചിലപ്പോൾ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഇവിടെ വരുന്ന എല്ലാ അഡ്മിഷനും ക്രെഡിറ്റ് നമുക്ക് ഉണ്ട്. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അഡ്മിഷൻ അവർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഴയ സ്റ്റുഡൻസിന്റെ ചിലപ്പോൾ റെഫറലായിരിക്കും തന്നെ, എന്തായാലും അവൻ 100% എടുക്കുന്നത്. നമ്മളപ്പോൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന് കൊടുക്കും, അവരോട് സംസാരിക്കും. ചില അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ള ചില സപ്പോർട്ടും കാര്യങ്ങൾക്ക് നമുക്ക് അക്കാഡമിക് കൗൺസിലേഴ്സ് വേണം. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കും. ചിലപ്പോൾ 100 ഒരു 5 അഡ്മിഷൻ അങ്ങനെയൊക്കെ വരുന്നത് അത് അവർക്ക് കൊടുക്കും. അപ്പൊ അവർക്ക് ഒരു കോൺഫിഡന്റ് ബിൽഡ്. ഇവിടെ വരുന്ന എല്ലാവരും നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു ഹൈഡ് ചെയ്യണില്ല, ട്രാൻസ്പെറന്റ് ആണ്. ഇത് ഞാൻ ചെയ്തപ്പോൾ നല്ല വ്യത്യാസമായിരുന്നു. കാരണം ഇവരുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ എഫേർട്ട്, ഇവരുടെ ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യണം. ഇവർക്ക് കിട്ടുന്ന ഓരോ അഡ്മിഷൻ ഇൻസെന്റീവ് മേക്ക് ഷുവർ ചെയ്യണം. കാരണം ഇവരാണ് നമുക്ക് എല്ലാം കൊണ്ടുവരുന്നത്. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മിക്ക സ്ഥാപനങ്ങളിലും കാണുന്നത്, നമുക്ക് ഇന്നും ഒരു എൻക്വയറി വന്നാൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ പ്രോസസ്സ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ ഇന്ന് രാവിലെ വന്ന വൈകിട്ടായിരിക്കും. എത്രയോ സ്പീഡിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നോ അത്രയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കൺവേർഷൻ റേറ്റ് ശരിക്കും കൂടും. നമുക്കൊരു ഡേറ്റ വന്നാൽ 5 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ അതിന്റെ റിസൾട്ട് വേറെയാണ്. മിക്കവരും ഇന്ന് വന്നിട്ട് വൈകിട്ട് ചെയ്യണം. കാരണം ഇന്റർനെറ്റിൽ നിന്ന് വരുന്ന ഡേറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മെമ്മറിയിൽ അധികം നിൽക്കില്ല. വരുമ്പോൾ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്ത് വിട്ട് നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവേർഷൻ റേറ്റ് കൂടും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹൗ ഫാസ്റ്റ് വി പ്രോസസ് ദ ലീഡ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നടത്തുന്ന പോലെ തന്നെ വേറെ സ്ഥലത്തും അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻക്വയറി നടത്തും. അവിടെ നടത്തിയിട്ട് ചിലപ്പോൾ അവർ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കും. ഓക്കെ. ഇന്റർനെറ്റിന് ഒരു പ്രത്യേകത, അവര് ഏത് സ്ഥാപനത്തിൽ നടത്തുന്നത് ചിലപ്പോൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർ സെർച്ച് ചെയ്തു, കണ്ടു, എൻക്വയറി നടത്തി. നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിളിച്ച് കാര്യങ്ങളും എല്ലാ ഇൻഫോർമേഷൻസും കൊടുത്ത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി കൺവേർഷൻ റേറ്റ് കൂടും. ഞാൻ ഇപ്പൊ നമ്മുടെ ഈ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തായിരുന്നു. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടും വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫ്രീ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, പൊട്ടൻഷ്യൽ ആൾക്കാരൊക്കെ നമ്മളെ വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ടോപ്പിക്സ് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ കോഴ്സിനെ കുറിച്ചും ടോപ്പിക്സിനെ കുറിച്ചും നമ്മൾ അത്യാവശ്യം ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഹൂ വി ആർ. അതേപോലെ നമ്മുടെ ഒരു കേപ്പബിലിറ്റി, നമ്മുടെ ഒരു ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ് ഇവർക്കൊക്കെ കാണുമ്പോൾ നമ്മളെ കുറിച്ച് കുറച്ചും കൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്മിഷൻസ് വരും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ.
ഇപ്പൊ സാറിനെ പല നമ്മൾ എൻക്വയറി നടത്തിയവരൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കും. ലേബിൾസ് ക്രിയേറ്റ് ചെയ്യും വാട്സപ്പിന്റെ. ഈ നമ്മളൊരു വാട്സപ്പിന്റെ ഒരു സെഷൻ എടുക്കുന്നുണ്ട് ഇതിലുള്ളതാ. അപ്പൊ അതിൽ ഞാനത് പഠിപ്പിക്കും. വാട്സപ്പ് ലേബൽ എന്താ, ബ്രോഡ്കാസ്റ്റ് എന്താണോ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാട്സപ്പിന്റെ സെഷൻ എടുക്കുമ്പോൾ മനസ്സിലാവും. നമ്മളെപ്പോഴും ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക. സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇന്ന് ലൈവ് ആണ്. ഞാൻ എപ്പോഴും സ്റ്റാറ്റസ് ഇടും. സ്റ്റാറ്റസ് ഇടുമ്പോൾ മനസ്സിലാവും നമുക്ക് അവരിപ്പോഴും ബാച്ച് തുടങ്ങുന്നുണ്ട്, അഡ്മിഷൻസ് ഉണ്ട്, മാർക്കറ്റ് അവർ ലൈവ് ആണെന്നുള്ളത്. അപ്പൊ എന്നും സ്റ്റാറ്റസ് ഇടുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലേബൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ലേബൽസ് ഒക്കെ ബിസിനസ് അക്കൗണ്ടിലേ പറ്റുള്ളൂ. വാട്സപ്പ് ബിസിനസ്സിലാണ് ലേബൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റഡ് ആണോ, നോട്ട് ഇൻട്രസ്റ്റഡ് ആണോ, ആ രീതിയിലുള്ള എല്ലാ ലേബൽസും വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്യാം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനുള്ള ട്രെയിനിങ് അക്കാഡമിക് കൗൺസിലേഴ്സിന് കൊടുക്കണം. അപ്പൊ അവർക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള ബാനറുകൾ, അല്ലെങ്കിൽ വീഡിയോസുകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാനുള്ള ഇൻഫോർമേഷൻസ്, ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറായിട്ട് നമ്മളൊരു ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞാൻ ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടായതാണ്. ഇപ്പൊ ഒരു കാൻഡിഡേറ്റ് എൻക്വയറി നടത്തി കഴിഞ്ഞാൽ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക അവര് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ട്. അവര് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് മേക്ക് ഷുവർ ചെയ്യണം. ഇത് ചെയ്താലുള്ള ഗുണം, ഇവര് നമ്മൾ ഇടുന്ന ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇടുന്ന എല്ലാ പോസ്റ്റുകളും ഇവർ കാണും. അപ്പൊ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ കസ്റ്റമർ ആവും. ചിലപ്പോൾ ചിലവർ ഇന്ന് അഡ്മിഷൻ എടുക്കണമെന്നില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന് നമ്മൾ മാർക്കറ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യും. അപ്പൊ നമ്മളായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ദേ ആർ ഫോളോവിങ് അസ്. ഇപ്പൊ എൻക്വയറി നടത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഒക്കെ കൊടുക്കുക, അവരോട് ഫോളോ ചെയ്യാൻ പറയാം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പറയാം ചിലവർ എൻക്വയറി നടത്തി കഴിഞ്ഞ് എപ്പോഴും ബാച്ച് നാളെ തുടങ്ങുകയാണ്, ടേക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ബാനറുകൾ വിടുക. അതിനേക്കാളും നല്ലത് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ പലതരം ഇൻഫോർമേഷൻസ്. ഇപ്പൊ ഒരാള് നമ്മുടെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴ്സ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അയക്കാം. അല്ലാണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്ക് നമ്മൾ മാക്സിമം ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ടു അവരുടെ ആ ഒരു താല്പര്യമുള്ള സബ്ജക്റ്റിൽ നമ്മൾ കോണ്ടന്റുകൾ ഷെയർ ചെയ്യുക, ബാനറുകൾ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മൾ ബാച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറയണമെങ്കിലും, പക്ഷെ അവരെ നമ്മുടെ കോഴ്സോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോർമേഷൻസ് കൊടുക്കുക. അപ്പൊ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മുടെ കസ്റ്റമർ ആവും. ക്ലിയർ സാറേ? ക്ലിയർ ആവണ്ടോ? അടുത്തത്, നമ്മൾ ഇവർക്കൊക്കെ ഒരു ഇമെയിൽ അയക്കുക. നമ്മൾക്ക് ഒരാളെ എൻക്വയറി തന്നു കഴിഞ്ഞാൽ എല്ലാ കോർണറിലും നമ്മൾ അവരെ പിടിക്കാൻ നോക്കണം. ഇപ്പൊ നമ്മുടെ ഇമെയിലിലൂടെ നമ്മൾ ഇൻഫോർമേഷൻസ് അയക്കുക. ചിലർ ഇമെയിൽ ആയിരിക്കും പ്രിഫർ ചെയ്യണേ. ഇമെയിലിലൂടെ റെഗുലർ ആയിട്ട് എന്തെങ്കിലും ന്യൂസ് ലെറ്ററുകളോ വീഡിയോസുകളോ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്ഡേറ്റ് സ്റ്റേറ്റസ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റേറ്റസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവരെല്ലാവരും മൊബൈലിലാണ് ഓൾവേസ്. മൊബൈലിലൂടെയുള്ള കുറെ കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മിക്കയിടത്തും കാണുന്നതാണ്, ഒരാളെ എൻക്വയറി വരുമ്പോൾ തന്നെ എന്താണ് പേര്, ശരി, നിങ്ങൾ എന്നാ നമ്മുടെ ബാച്ച് ഇന്ന ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യണേ, നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ. ഇതൊരു അബ്സല്യൂട്ട്ലി റോങ് സ്ട്രാറ്റജിയാണ്. ഒരാൾ ഇങ്ങോട്ട് എൻക്വയറി നടത്തുന്നവന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് തന്നെയാണ്. നമ്മളത് ചോദിക്കാണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ചോദിപ്പിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ പഠിക്കണേ, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്,
നമ്മൾ അവരെ കൗൺസിലിംഗ് ചെയ്യുക. അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു കരിയർ കൗൺസിലിംഗ് ആണ് ചെയ്യേണ്ടത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. അത് കോഴ്സ് ജോയിൻ ചെയ്യുന്നല്ല പറയേണ്ടത്. അവരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാ അത് ചൂസ് ചെയ്യണേ, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്, ഈ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ ഇതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയാമോ, നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന്റെ ഗോൾ എന്താ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എൻക്വയറി നടത്തും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇതൊരു മാർക്കറ്റിംഗ് ജോബാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ ടൈം ഒരു IT ജോബ് ആണെങ്കിൽ മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇവിടെ ഷൈൻ ചെയ്യാൻ പറ്റൂ. മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യരുതെന്ന് ഞാൻ പറയും. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അല്ലാണ്ട് അഡ്മിഷൻ എടുക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമ്പ്രസ് ആവില്ല. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഗോൾ എന്താന്ന് നോക്കുക, അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഒരാളെ എൻക്വയറി നടത്തി, ഞാൻ ചോദിക്കും, സാർ എന്താ ചെയ്യണേ. ചിലവർ ബിസിനസ് ഓണറാന്ന് പറയും. ബിസിനസ് ഓണർ ആണെങ്കിൽ ഞാൻ പിന്നെ കോഴ്സിന്റെ സർട്ടിഫിക്കേഷനോ പ്ലേസ്മെന്റിനെ കുറിച്ച് സംസാരിക്കില്ല. ഞാൻ എന്താ സംസാരിക്കുക, സാർ ഇത് പഠിച്ചാൽ സാറിന് ഒരു ഡിജിറ്റൽ മാർക്കറ്ററിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ സാറിന്റെ ബിസിനസ്സിലേക്ക് എൻക്വയറി ജനറേറ്റ് ചെയ്യാം, സാറിന്റെ ബിസിനസ് ഡബിൾ ചെയ്യാം. ഇതാണ് അവർക്ക് കേൾക്കേണ്ടത്. ചിലർ പറയും, ഞാൻ ജോബ് സീക്കർ ആണ്. അപ്പൊ പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചാലുള്ള ഗുണം, നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പഠിച്ച കുട്ടികളുണ്ടെന്ന് ചോദിക്കുന്ന സ്ഥലമാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അറിയണമെങ്കിൽ ആദ്യം അവരെ കുറിച്ച് നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. അതുകൊണ്ട് വിളിക്കുമ്പോൾ തന്നെ ആ ബാച്ച് തുടങ്ങാണെന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി റോങ് സ്ട്രാറ്റജിയാണ്. ഇനി അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഒരാൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് സ്ഥാപനത്തിൽ പലതരം കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, റെക്കോർഡഡ് ഉണ്ട്, പലതരം കോഴ്സ് ഉണ്ട്. ഞാൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ആള് ദുബായിൽ നിന്നാണ്. ദുബായിൽ നിന്ന് വിളിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഓഫ്ലൈൻ കോഴ്സിനെ കുറിച്ച് പറയരുത്. നമ്മൾ മനസ്സിലാക്കണം, അവന്റെ ആവശ്യം ഓൺലൈൻ കോഴ്സാണ്. സാർ അവനോട് ചോദിക്കണം, നിങ്ങൾ ദുബായിലല്ലേ, നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാനല്ലേ താല്പര്യം, നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. പിന്നെ ഓൺലൈൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അല്ലാണ്ട് ചിലവരുടെ വിളിക്കുമ്പോൾ തന്നെ ആ കോഴ്സിന് എല്ലാം കൂടി പറഞ്ഞ് അവൻ കൺഫ്യൂഷൻ ആയി പോകും. കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിസിഷൻ ഒന്നും കൂടി പോസ്റ്റ്പോൺ ചെയ്യും. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ പെർഫോമൻസ് എപ്പോഴും മോണിറ്റർ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തണം, എത്ര പേരെ വിളിച്ചു എന്ന് ചോദിക്കണം, എത്ര പോസിറ്റീവ് ഉണ്ടെന്ന് ചോദിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസ് പ്രോസ്പെക്റ്റീവ് ആൾക്കാർ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കണം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മിക്കയിടത്തും കാണുന്നതാണ്, മന്തെൻഡിലാണ് അവർ കിടന്ന് ടെൻഷൻ അടിക്കാൻ അവിടെ അഡ്മിഷൻ ചോദിക്കും. നമ്മൾ മന്തിന്റെ തുടക്കം പെർഫോം ചെയ്താലാണ് മന്ത് ആകുമ്പോൾ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഈ വക മീറ്റിങ്ങും കാര്യങ്ങളും, റെഗുലർ മീറ്റിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഹെൽപ്പ് ചെയ്യാം. അവരെ കൂടി ചിലർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ് പല കാര്യങ്ങളും പല കാര്യങ്ങളും പല കാര്യങ്ങളും ഡൗട്ടുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. ഇനി ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം. അർജൻസി ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോഴ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പറയണത്, നമ്മളൊരു ഇന്ന ദിവസമാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ഇന്ന ദിവസം എടുത്തു കഴിഞ്ഞാൽ എയർലി ബേർഡ് ഓഫർ ഒക്കെ ഉണ്ട്. അപ്പൊ അവർ എയർലി ബേർഡ് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ അവരോട് പറയാം, നമുക്ക് ഇന്ന ദിവസം കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ സീറ്റുകൾ, ഇന്ന് അഡ്മിഷൻ എടുത്ത് ഇത്ര ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ. അവരോട് പറയണം, നമ്മുടെ ബാച്ചിൽ അതിന് എല്ലാത്തിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അല്ലെങ്കിൽ പറയണം, നാളെ കഴിഞ്ഞ് നമ്മുടെ ഫീസ് കൂടാണ്. ഇറ്റ് വർക്ക്സ് ആക്ച്വലി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ ഒരു CRM ഉണ്ട്. നമ്മൾ വരുന്ന ഡേറ്റകളൊക്കെ CRM വഴിയാണ് മാനേജ് ചെയ്യുന്നത്.
നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് CRM-ൽ ഇടുന്ന ഫീഡ്ബാക്ക് കറക്റ്റ് ആണോ എന്നുള്ളത്. ചില അക്കാഡമിക് കൗൺസിലർ വെറുതെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് ഇടില്ല. ഇത് ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയി വേറൊരു അക്കാഡമിക് കൗൺസിലറും അവർക്ക് അത് റോങ് ഇൻഫോർമേഷൻ കൊടുക്കും. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർ വെറുതെ ഡേറ്റ ഇതിലൊക്കെ ചീത്ത എന്ന് പറയും. അപ്പൊ നമ്മൾ തന്നെ ഒരു ഓഡിറ്റിംഗ് ചെയ്യണം. ഇപ്പൊ ഒരു ഡേറ്റയെ നമ്മൾ തന്നെ ഒരു ഓഡിറ്റർ ടീം ലീഡറൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് ഇവർ പറഞ്ഞ് ഇവര് CRM-ൽ ഇട്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ജെനുവിൻ ആണോ അല്ലേ എന്ന് അറിയാം. അപ്പൊ നമ്മൾ അങ്ങനത്തെ ചില കേസുകളൊക്കെ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യണം. ഞങ്ങൾ ഈ ഡേറ്റനെ വിളിച്ചപ്പോ ഈ ഡേറ്റയുടെ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പറഞ്ഞത് നോട്ട് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ ആള് വിളിച്ചു കഴിഞ്ഞപ്പോ ഇൻട്രസ്റ്റഡ് ആണ്. ചിലവർ എഴുതും ആള് ഗ്രാജുവേറ്റഡ് ആണെന്ന് എഴുതും, പക്ഷെ ആക്ച്വലി ആൾക്ക് +2 ആയിരിക്കും ഉള്ളത്. ഇങ്ങനെ മേക്ക് ഷുവർ ചെയ്ത് അത് നമ്മൾ അക്കാഡമിക് കൗൺസിലിന്റെ അടുത്ത് പറയുകയും ചെയ്യണം. അപ്പൊ അവർക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ വുഡ് വർക്ക് പ്രോപ്പർലി. ക്ലിയർ? ഓക്കെ. ഇനി നമ്മുടെ ബാനറുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഈ സെയിം ബാനർ തന്നെ ഇങ്ങനെ ചിലവരുണ്ട്, മാച്ചിന്റെ ആയാലും എല്ലാത്തിന്റെ ആയാലും സെയിം ബാനർ ഇങ്ങനെ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരണം എപ്പോഴും. നമ്മുടെ സ്കൂളിന്റെ ആയാലും ശരിയല്ല, അതൊരു ഫ്രഷ്നെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാനുള്ള ഒരു സ്കില്ല് വേണം. ഓക്കെ. അടുത്തത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ടെസ്റ്റിമോണിയൽസ്, അതുപോലെ തന്നെ സക്സസ് സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ഇപ്പൊ ഞാനായാലും നമ്മുടെ എഡ്യൂക്കേഷൻ്റെ അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുന്നത്തെ വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ അവരുടെ ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടായിരുന്നു. അപ്പൊ റെഗുലർ ആയിട്ട് അത് ചെയ്യാം. ടെസ്റ്റിമോണിയൽസ് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ ഒരു അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അല്ലെ? ഒരു 5 അക്കാഡമിക് കൗൺസിലർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 5 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഒരാൾ ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ ഗ്രൂപ്പിലിടുക കൺഗ്രാജുലേഷൻസ്. ഇപ്പൊ ഒരു ബിനു എന്ന് പറഞ്ഞ ഒരാൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ ബിനു ഗ്രൂപ്പിലിടുമ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഭയങ്കര എൻകറേജ്മെന്റ് ആണ് അത്. അതായത് അക്നോളജ് ചെയ്യുക ഗ്രൂപ്പിൽ തന്നെ. ഇത് മൊത്തത്തിൽ അവിടെ ഒരു പോസിറ്റീവ് വൈബും എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യും. കൃത്യമായിട്ട് കൺഗ്രാജുലേഷൻസ് തന്നെ എഴുതി കാണിക്കുക. ഇനി ഞാൻ ചെയ്ത വലിയൊരു പരിപാടിയാണത്. ഇതൊരു മാനേജ്മെന്റ് സീക്രട്ടാണ്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് അക്കാഡമിക് കൗൺസിലേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതില് നമുക്കറിയാം ഓരോരുത്തരുടെയും കപ്പാസിറ്റി വേറെയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആളെ സൂപ്പർ കൗൺസിലർ ആക്കും. സൂപ്പർ കൗൺസിലർ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ളവരൊക്കെ 100 ഡേറ്റയിൽ നിന്ന് 5 അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ സൂപ്പർ കൗൺസിലർ 100 ഡേറ്റയിൽ നിന്ന് 15 അഡ്മിഷൻസ് എടുക്കും. അപ്പൊ നമുക്ക് തന്നെ ഗ്രൂപ്പിൽ കാണിക്കാം, സി he or she already took 15 admissions out of 100 data. നിങ്ങൾ ഓൾറെഡി 5 എടുത്തിട്ടുള്ളൂ. നമ്മള് മുന്നത്തെ കഥയൊന്നല്ല പറയണം, നമുക്ക് റിയൽ ലൈവ് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ 5 എന്നുള്ളത് ഒന്നും കൂടി അവർ പെർഫോം ചെയ്ത് 6, 7 ഉണ്ടാക്കി ഓവറോൾ നമ്മുടെ പെർഫോമൻസ് കൂടും. എങ്ങനെയാണ് സൂപ്പർ കൗൺസിലർ ഉണ്ടാക്കണേ? ടാലന്റ് ഉള്ള സ്കില്ലുള്ളവർക്ക് നമ്മൾ ഹൈ ക്വാളിറ്റി ഡാറ്റ മാത്രം കൊടുത്താൽ മതി. അത് മാനേജ്മെന്റ് സീക്രട്ട് ആയിരിക്കണം. നമുക്ക് ഏറ്റവും നല്ല ഡാറ്റ ഈ ആൾക്കാണ് പോണെന്നുള്ളത് ബാക്കിയുള്ളവർ അറിയരുത്. ഏറ്റവും നല്ല ഡാറ്റ ഏറ്റവും നല്ല കൗൺസിലർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുടെ കൺവേർഷൻ റേറ്റ് കൂടും. നമുക്കൊരു ലൈവ് എക്സാമ്പിൾ കാണിക്കാം, സി ഓൾറെഡി ആള് 15% എടുക്കുന്നുണ്ട്, നിങ്ങൾ 5% ആയിട്ടുള്ളൂ. അവരൊന്നും കൂടി പെർഫോം ചെയ്യിപ്പിക്കാം. ഇതും വർക്കായതാണ്. എൻഷുവർ. ഇനി മിക്കവരും ഞാൻ നേരത്തെ കുറച്ച് അതിനെ കുറിച്ച് പറഞ്ഞു, അതായത് CRM-ൽ ചില ഒരു ഇൻട്രസ്റ്റഡ് ഡാറ്റ നോട്ട് ഇൻട്രസ്റ്റഡ്. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പുതിയൊരാൾ വരുമ്പോൾ അവരെന്ത് ചെയ്യും, നോട്ട് ഇൻട്രസ്റ്റഡ് ഡാറ്റ ചിലപ്പോൾ വിളിക്കണം എന്നില്ല. അതുകൊണ്ട് CRM അപ്ഡേറ്റ്സ്, ലീഡ് ഡാറ്റയുടെ ഫീഡ്ബാക്ക് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത് ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞതാണ്. നമ്മുടെ
എല്ലാവരും പറയും ഡാറ്റ മോശമാണെന്നൊക്കെ പറയും. നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 10 ഡാറ്റയിൽ 3 ഡാറ്റ നല്ലതുണ്ടെങ്കിൽ ഈ 3 നിങ്ങൾ ആദ്യം കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫീഡ്ബാക്കുകൾ എടുക്കാം. അപ്പൊ പോസിറ്റീവ് ഡാറ്റയുടെ പുറകെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്, നെഗറ്റീവ് ഡാറ്റയുടെ പുറകെ അല്ല. നമ്മൾ തന്നെ ഞാനിപ്പോ എൻ്റെ ഓഫീസിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, റിയൽ എക്സാമ്പിളുകളാണത്. എൻ്റെ ഓഫീസിൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഞാനൊരു 5 ഡാറ്റ കൊടുത്തു കേട്ടോ. ഇത് റിയൽ ഉണ്ടായതാ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം. 5 ഡാറ്റ ഞാൻ കൊടുത്തപ്പോ കുട്ടി പറയാണ്, സാറേ അതിലുള്ളവരൊക്കെ +2 പഠിച്ചതാ, 10th പഠിച്ചവരാന്ന് പറയാം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പിന്നെ അഡ്മിഷൻ ചോദിക്കുമ്പോൾ അഡ്മിഷൻ ഇല്ലല്ലോ, പറയാലോ ഡാറ്റ മോശമാണ്. കാരണം നമ്മൾ കൂടുതലും ഗ്രാജുവേറ്റഡ്സിനാണ് ഇത് പഠിച്ച നല്ലതെന്നൊക്കെ പറയുന്നത്. അവർ 10th ഉള്ളൂ, +2 ഉള്ളൂ എന്നൊക്കെ അവർ പറയും. ഞാൻ പേഴ്സണലി അവരുടെ അടുത്ത് ഇരുന്നിട്ട് ആ ഡാറ്റേനെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ വിളിച്ചത് വളരെ ഓഫീസിൽ നിന്നാണ് വിളിക്കണം, കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തരാനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എന്താ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ഗ്രാജുവേറ്റഡാ. എല്ലാവരും ഗ്രാജുവേറ്റഡാ. അപ്പൊ തന്നെ കുട്ടിക്ക് കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിൽസ് മൈൻഡിലുള്ളവരെ എടുക്കാവൂ എന്ന് പറയുന്നതിന്റെ കാരണം, ഇവരല്ലെങ്കിൽ ഡാറ്റേന് നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഇല്ലാണ്ടാക്കി കളയും. ഇല്ലെങ്കിൽ ഇല്ല, പക്ഷെ സെയിൽസ് താല്പര്യമുള്ളവരെ മാത്രം എടുക്കാവൂ. ഞാൻ ഒരുപാട് അക്കാഡമിക് കൗൺസിലറായിട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ നേരത്തെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, ഒരു 1 മില്യൺ ലീഡ് എടുത്തുന്നതാണ്. 100+ അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിരുന്നു. അവർ ഓരോ പ്രോബ്ലംസുകളായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ഇത്തരമൊരു ഫീഡ്ബാക്കുകൾ കിട്ടിയത്. സാർ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല, ഇറ്റ്സ് ഓക്കേ, ഗോയിങ് വെൽ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വെർത്താണോ? ഓ, ഞാൻ സെയിൽസിന്റെ ഇത് 2ാമത്തെ സെയിൽസിന്റെ ക്ലാസ് എടുക്കണേ. കഴിഞ്ഞ വർക്ക്ഷോപ്പിനടുത്ത് ആദ്യമായിട്ട് ഞാൻ സെയിൽസിന്റെ ക്ലാസ് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് എന്തെങ്കിലും ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും സാർ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതും കൂടി ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സൂപ്പർ കൗൺസിലർ ഉണ്ടാക്കണമെങ്കിൽ ഹൈ ക്വാളിറ്റി ലീഡ്, ഹൈ ക്വാളിറ്റി പെർഫോമർക്ക് കൊടുക്കണം. ഇനി മിക്ക സ്ഥാപനത്തിലും കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ കഴിഞ്ഞ മാസം പെർഫോം ചെയ്യുന്നു പറഞ്ഞ് ഈ മാസം ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് എ റോങ് സ്ട്രാറ്റജി. ഇപ്പൊ ആരാണോ പെർഫോം ചെയ്യുന്നത് അവർക്കായിരിക്കണം നല്ല ഡാറ്റ പോട്ടെ. കാരണം സെയിൽസിലുള്ള പ്രത്യേകത ഇന്നത്തെ മൂടല്ല നാളത്തെ മൂടല്ല വേറെ. ഇപ്പൊ ഒരാൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മൂഡും, അവൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അവന് വീണ്ടും ഡാറ്റ കൊടുത്തേക്കാൻ വീണ്ടും കൺവേർട്ട് ചെയ്യും. അല്ലാണ്ട് കഴിഞ്ഞ മാസം പെർഫോം ചെയ്തു പറഞ്ഞ് ഈ മാസം പെർഫോം ചെയ്യണമെന്നില്ല. ഇന്ന് അവൻ പെർഫോം ചെയ്ത് ഇന്ന് ഡാറ്റ കൊടുത്താൽ വീണ്ടും പെർഫോം ചെയ്യും. ഇനി വേറെ ആൾ അഡ്മിഷൻ എടുത്തേക്കും അവന്റെ മൂഡ് വേറെ, അവൻ വേറെ ലെവലാണ്. അപ്പൊ അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പൊ ഹൈ ക്വാളിറ്റി ലീഡ്, ഹൈ പെർഫോമിംഗ് കൗൺസിലർ കൊടുത്താൽ നമ്മുടെ കൺവേർഷൻ റേറ്റ് ഒന്നും കൂടി കൂടും. അതും നമുക്ക് അറിയണം ഏതൊക്കെ ചാനലിൽ നിന്നാണ് ഏതൊക്കെ നല്ല ഡാറ്റ വരുന്നത്. ഓരോ ചാനലിന്റെയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ ഒരു റെഫറൽ ആണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ പല മെത്തേഡുകളുണ്ട് നമുക്കത് അറിയാം. അപ്പൊ അങ്ങനത്തെ ഡാറ്റ നല്ല ആൾക്കാർക്ക് തന്നെ കൊടുത്ത് അവിടെ ഒരു സൂപ്പർ പെർഫോമൻസ് ഉണ്ടാക്കിയിരിക്കണം. ഇതാണ് അടുത്ത ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, ഞാനൊരു 1 മില്യൺ ഡാറ്റ എടുത്തു. അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടംപോലെ ഡാറ്റ കൊടുക്കായിരുന്നു. ഈ ഡാറ്റ ഇഷ്ടംപോലെ കിട്ടിയപ്പോ ഈ ഡാറ്റേനെ അവർ അത്ര രീതിയിൽ കാണാൻ തുടങ്ങിയില്ല. ഡാറ്റയോടുള്ള റെസ്പെക്ട് പോയി, അത് ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. അഡ്മിഷൻ എടുക്കുന്നവർക്കേ ഡാറ്റ തരൂ, അല്ലെങ്കിൽ അവരെന്നോട് ചോദിക്കണം ഡാറ്റ. അപ്പൊ ഡാറ്റയ്ക്ക് ഞാൻ ഒരു സ്കേഴ്സിറ്റി ഉണ്ടാക്കി. അഡ്മിഷൻ എടുക്കുക, പെർഫോം ചെയ്തവർക്ക് മാത്രമേ ഡാറ്റ തരൂ. അപ്പൊ എല്ലാവരും പെർഫോം ചെയ്താൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് 10 ഡാറ്റ തരാം, അഡ്മിഷൻ എടുത്ത് 5 ഡാറ്റ തരാം. ആ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ തുടക്കം ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ഡാറ്റ നമ്മൾ കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് പെർഫോം ചെയ്ത് വീണ്ടും ഡാറ്റ കൊടുക്കും, പെർഫോം ചെയ്ത് വീണ്ടും ഡാറ്റ കൊടുക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ അവർ വളരെ നല്ല രീതിയിൽ കാണാൻ തുടങ്ങി. ഓരോ ഡാറ്റേന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് കൊടുത്താലേ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു 5 ഡാറ്റ നമ്മൾ കൊടുത്തു,
5 ഡേറ്റ കൊടുത്തതിൽ 3 പേര് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. 3 പേരെ ഫോൺ വിളിച്ചു എല്ലാവരും എപ്പോഴും എടുക്കണമെന്നില്ല. പക്ഷെ അവനൊരു 25 ഡേറ്റ കൊടുത്തു, 15 പേരെ വിളിച്ചില്ല, 10 പേരെ വിളിക്കാത്തവരും പിന്നെ വിളിക്കാൻ പോണില്ല. അത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ടല്ലോ. അപ്പൊ 5 ഡേറ്റ കൊടുത്ത് 3 പേരെ വിളിച്ചില്ല, അവൻ എന്ത് ചെയ്യും? വൈകിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്യും. എന്നിട്ടും കിട്ടില്ല. ചിലപ്പോൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് ട്രൈ ചെയ്യും. ചിലപ്പോൾ വളരെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആയിരിക്കും. അപ്പൊ അവനെ ഡേറ്റ കൊടുക്കുന്നതിന് അവർ മാക്സിമം ഉപയോഗിച്ച് അതിന് അഡ്മിഷൻ എടുക്കാൻ നോക്കും. അപ്പൊ ഡേറ്റയ്ക്ക് ഒരു വാല്യൂ വരും. ഇത് ചെയ്തപ്പോൾ റിസൾട്ട് വ്യത്യാസം വന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ USP എന്താന്നുള്ളത്, അതായത് യുണിക് സെല്ലിംഗ് പോയിന്റ് എന്താന്നുള്ളത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ USP എന്ന് പറയണത്, ഞാൻ എന്റെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ എന്നിട്ട് പറയണമെന്ന് വെച്ചാൽ, ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കണേന്ന് പറയും. വേറെ മിക്ക എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലും 1 വർഷം പോലും ഇല്ലാത്തവരായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയും, ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്, കമ്പനിയുടെ CEO തന്നെയാണ്, അല്ലെങ്കിൽ 20 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ലണ്ടനിൽ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആളാണ്, അല്ലെങ്കിൽ 25 കോടിയോളം ഡിജിറ്റലിൽ സ്പെൻഡ് ചെയ്ത ആളാണ്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള ഒരു ഇൻഫോർമേഷനാണ് എൻ്റെ USP. അപ്പൊ ഇവരോട് പറയണം, നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനക്കാർ പറയും അവിടെ ഇത്ര ഫീസാണല്ലോ, ഇവിടെ ഇത്ര ഫീസാണല്ലോ, അവിടെ ആ സർട്ടിഫിക്കേഷൻ, അപ്പൊ പറയണം അവിടെ ആരാണ് പഠിപ്പിക്കുന്നത്. കാരണം പഠിപ്പിക്കുന്ന ആളാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാൻ അവരോട് പറയും. ഓരോ സ്ഥാപനത്തിനും USP ഉണ്ട്. എൻ്റെ വേറൊരു ലോജിസ്റ്റിക്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇൻഫോ പാർക്കില്. അവരുടെ USP എന്ന് പറയുന്നത്, ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ക്യാമ്പസ് ആണ്, ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ലോജിസ്റ്റിക്സ് ലൈബ്രറി ഉണ്ട്, ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ പ്ലേസ്മെന്റ് റെക്കോർഡ് നല്ലതാണ്. ഇതാണ് അവരുടെ USP. ഇനി ചിലവരുടെ USP ഉണ്ടാവും. ചിലവരെന്ന് പറയണത് എന്നിട്ട് പറയും പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നതായിരിക്കും അവരുടെ USP. അപ്പൊ ചിലവർ പറയും നിങ്ങൾക്ക് ജോബ് ഗ്യാരണ്ടി, അതായിരിക്കും അവരുടെ USP. ചിലവരുണ്ട് ഞങ്ങൾ വിദേശത്തേക്ക് ട്രിപ്പ് കൊടുക്കുന്നുണ്ട്, അതായിരിക്കും അവരുടെ USP. ചിലവർ ഞങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ലാപ്ടോപ്പ് തരുന്നുണ്ട്, അതാണ് അവരുടെ USP. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു യുണീക്നെസ് ഉണ്ടാവണം, അല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് ആരും വരില്ല. വൈ ഷുഡ് ദേ കം? ഇപ്പൊ സാറ് തന്നെ എൻ്റെ അടുത്ത് വന്നു. സാറ് വരാനുള്ള ഒരു മെയിൻ USP എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയുള്ള വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാറ് വന്നത്. വെറും ഒരു വർക്ക്ഷോപ്പ് എന്നാണെങ്കിൽ സാറ് വരാമെന്ന് എനിക്ക് സംശയമാണ്. ശരിയാണോ? സാർ ജോയിൻ ചെയ്യാനുള്ള കാരണം എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം എഡ്യൂക്കേറ്റേഴ്സിന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സാർ. അപ്പൊ അത് എന്തുകൊണ്ട് ഇവിടെ വരുന്നുള്ളതിനുള്ള നമ്മൾ അവരെ കൺവിൻസ് ചെയ്യാനുള്ള സ്കില്ല് വേണം. ഇനി അടുത്തതാണ് ഞാൻ ഏറ്റവും കണ്ടെക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ചിലയിലൊക്കെ ചെറിയ അങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നാലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ചില സ്ഥലത്തുണ്ട് ചില അക്കാഡമിക് കൗൺസിലർ എക്സെപ്ഷണലി പെർഫോം ചെയ്യും. പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് അവനെ ടീം ലീഡർ ആക്കും. അതോടുകൂടി അവന്റെ പെർഫോമൻസ് പോയി. അവൻ നമുക്ക് അഡ്മിഷൻ തന്നുകൊണ്ടിരിക്കുന്ന 1 മാസം 20-25 അഡ്മിഷൻ തരാണ്. ആ തരുന്ന ഒരാളെ നമ്മൾ വേറൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കരുത്. ആ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസിനെ ബാധിക്കും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അവന്റെ സാലറി കൂട്ടിക്കോളൂ, അവന്റെ റിവാർഡ് കൂട്ടാ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് മാറ്റരുത്. അവൻ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ട്രെയിനിങ് കാര്യം കൊടുത്തോളൂ. പക്ഷെ ഒരു അക്കാഡമിക് ഒരു ടീമിന്റെ ലീഡറിനെ ടീമിന്റെ പെർഫോമൻസിന്റെ ഉത്തരവാദിത്തം ഇവർ പിന്നെ അഡ്മിഷൻ എടുക്കാൻ ഇവർ പറ്റാണ്ടാവാം. ചിലവർ അതിൽ പെർഫോം ചെയ്യണവരുണ്ടാവാട്ടോ. ഞാൻ എല്ലാവരും കുറിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ട് അഡ്മിഷൻ താഴേക്ക് പോയിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ചിലവര് അവന്റെ സാലറി കൂട്ടിക്കോളൂ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പാസ്റ്റ് പെർഫോമൻസ് ഡസന്റ് ഗ്യാരണ്ടി കറന്റ് റിസൾട്ട്. ഇപ്പൊ പെർഫോം ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ
ചിലവരുണ്ടാവും, ചില സ്ഥാപനത്തിൽ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചില സ്ഥാപനത്തിൽ വന്നിട്ട് 1 മാസമായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ 1 മാസമായിട്ടിരിക്കും, അവൻ തന്നെ പെർഫോം ചെയ്ത് സ്കില്ല് കാണിക്കുക, അവന് കൂടുതൽ ഡേറ്റ് കൊടുക്കുക. ഫൈനലി നമുക്ക് സെയിൽസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ സീനിയോറിറ്റിയോ അതൊന്നും ഒരു കഥയില്ല. ആരാണോ സെയിൽസ് ആണ്, കാരണം സെയിൽസിലേക്ക് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് വെരി കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം, പക്ഷെ ആ ഒരു സമയത്ത് മാത്രം പൈസ ഉണ്ടാക്കുന്ന സംഭവമാണ് സെയിൽസ്. അവൻ ആ സ്കില്ല് ഇല്ലെങ്കിൽ അവൻ താഴെ പോകും. ഉള്ളപ്പോൾ അവൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഒരാളെ എൻക്വയറി നടത്തുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരാൾ എൻക്വയറി നടത്തിയാൽ അവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കണക്ട് ചെയ്യുക, അവരെ നമ്മൾ ഫോളോ ചെയ്യുക, അവരിടുന്ന ഫോട്ടോസിനൊക്കെ നമ്മൾ എന്തെങ്കിലും ലൈക്കും കമന്റും കൊടുക്കുക, അവരായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യുക. ഇത് ഭയങ്കര വർക്കിംഗ് ആണ്. ഞാൻ തന്നെ ഒരു ഓൺലൈൻ ചാനലായിട്ട് ഇന്റർവ്യൂവിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആ പുള്ളി വിത്തിൻ 5 മിനിറ്റ്സിൽ എന്നെ ലിങ്ക്ഡിനിൽ പോയിട്ട് ആഡ് ചെയ്തു. എൻ്റെ പ്രൊഫൈല് കാര്യങ്ങൾ ആൾ പഠിക്കാനാണ്. ആള് ലിങ്ക്ഡിനിൽ കണക്ട് ചെയ്തു. ഇപ്പോഴും എൻ്റെ എന്തെങ്കിലും ഫോട്ടോയ്ക്ക് ആള് ലൈക്ക് ചെയ്തപ്പോൾ ആളെ ഞാൻ ഓർക്കാണ്. എന്തെങ്കിലും കാര്യം എനിക്ക് ആളെ പെട്ടെന്ന് റീച്ചബിൾ ആണ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 10 പേര് എൻക്വയറി നടത്തി, ആ 10 പേരെ നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ലിങ്ക്ഡിനോ പോയി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് അവരുടെ മെസ്സേജിന് ലൈക്ക്, അപ്പോൾ നമ്മളൊരു പേഴ്സണൽ റാപ്പോ ബിൽഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇത് ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കിപ്പോൾ എൻക്വയറി നടത്തി കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വിടും. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. ഗുഡ് നൈറ്റ് മെസ്സേജ് വിടുന്നൊക്കെയാണെങ്കിൽ കൺസിഡർ. അപ്പോൾ ഒരു സാറേ ഞങ്ങൾ ഗുഡ് നൈറ്റ് ഒക്കെ വിട്ടുമ്പോൾ അവർ ഞങ്ങൾക്ക് ഫ്ലവർ ഒക്കെയാണ് അയക്കുന്നത് പറയാം. അതൊക്കെ നിങ്ങൾ എവിടെ നിർത്തേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പറയും. അപ്പൊ അവരൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് വിടുക, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് വിടുക, അല്ലെങ്കിൽ ഹാപ്പി വീക്കെൻഡ് എന്നൊക്കെ വിടുക. അപ്പൊ തന്നെ അവരായിട്ടൊരു റാപ്പ് ഉണ്ടാക്കണം. നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത് റാപ്പോ നെറ്റ്വർക്കിംഗ് ഇതൊക്കെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാറുണ്ട് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ഇനി ഞാൻ മനസ്സിലാക്കിയത്, നമുക്കൊരു സിംഗിൾ കോഴ്സ് ആണോ, നമുക്ക് ഇതിന്റെ ഈ സിംഗിൾ കോഴ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ബിസിനസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു 1 മില്യൺ ലീഡ് എടുത്തു, 40,000 അഡ്മിഷൻസ്. അതൊരു മാനേജ്മെന്റ് കോഴ്സാണ്, സിംഗിൾ കോഴ്സ് ആയിരുന്നു അത്. ആ സിംഗിൾ കോഴ്സിനാണ് 100% ഫോക്കസ് കൊടുത്തത്. ഈ സിംഗിൾ കോഴ്സ് വേണമെന്നില്ല, നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന്റെ വർക്ക്ഷോപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഞാൻ എഡ്യൂക്കേഷന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പറയാണ് അതൊരു 1 മന്ത് കോഴ്സ് ഉണ്ട്, 2 മന്ത് ഉണ്ട്, 3 മന്ത് ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി പോകും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാൻ പറഞ്ഞത് 10 ഡേയ്സ് വർക്ക്ഷോപ്പാണ്. ഇതാണ് ഇതിന്റെ ഫീസ്. ഇതിന് മാത്രമായിരുന്നു ഞാൻ ഫോക്കസ് കൊടുത്തത്. അപ്പൊ ഫോക്കസ് കൊടുക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ കോഴ്സ്. ഇപ്പൊ എനിക്ക് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യണേ. ഞാൻ ഒരു 30-40 അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് എടുക്കണം, ഞാൻ ഫോക്കസ് ആണ് അതിൽ. ഒരൊറ്റ കോഴ്സ് ഫോക്കസ് ചെയ്തൊക്കെ കുറെ നമുക്ക് ബേസിക്കലി വോളിയാണ് വേണ്ടത്. ഇപ്പൊ ചില സ്ഥാപനത്തിൽ ഞാൻ കാണാറുണ്ട് 25 കോഴ്സ് ഉണ്ട്, പക്ഷെ ഓരോ കോഴ്സിനും ഒരു അഡ്മിഷൻ 2 അഡ്മിഷൻ ഉള്ളത്, അതൊന്നും നടത്താൻ പറ്റണില്ല. ചില സ്ഥാപനത്തിൽ ഒറ്റ കോഴ്സുകൾ, പക്ഷെ അവർ 100-200 അഡ്മിഷൻസ് എടുക്കും. കാരണം അവർക്ക് ഫോക്കസ് ഉണ്ട്, അവര് അതിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്തതാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, എന്നാ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരിക്കലും ചോദിക്കരുത് എന്നാ എടുക്കണമെന്ന്. എന്തോരം ഡീറ്റെയിൽസ് കൊടുക്കുക, ഇൻഫോർമേഷൻസ് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, ബെനിഫിറ്റുകൾ പറയാം. നമ്മുടെ ഒരിക്കലും ചോദിക്കരുത് എന്ന് എടുക്കണം, നിങ്ങളുടെ മെസ്സേജ് വരണം.
നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താണോ ഓഫർ ചെയ്യുന്നത് കൊടുക്കുക. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 10 കാര്യമാണ് നമ്മൾ പറയുന്നെങ്കിൽ 11 കാര്യമെങ്കിലും കൊടുക്കുക. പറഞ്ഞത് ട്രാൻസ്പെറന്റ് ആവുക, ഡെലിവർ ചെയ്യുക. ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അക്കാഡമിക് കൗൺസിലർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നാണ് ഈ കുട്ടി ഇത് പഠിച്ചത് കൊണ്ട് അവർക്ക് ഗുണമില്ലെങ്കിൽ അവരോട് സ്ട്രെയിറ്റ് പറയാ. സി, ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളിത് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്കിത് പഠിച്ചു തീരെങ്കിൽ പഠിച്ചോളും, ഫൈൻ, പക്ഷെ പ്രോബിലിറ്റി വളരെ കുറവാണ്. നമ്മളൊരു അഡ്മിഷൻ, അത് ഞാൻ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഒരു ഫേക്ക് ഇൻഫോർമേഷനും കൊടുത്തിട്ട് നമ്മളത് ചെയ്യരുത്. നമ്മൾ ഒരു ഫേക്ക് ഇൻഫോർമേഷനും കൊടുത്തിട്ട് ഒരു കുട്ടീനെ പോലും ജോയിൻ ചെയ്യിക്കരുത്. എന്താണോ കൊടുക്കുന്നത് കൃത്യമായിട്ട് പറയാം. ഇത് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. മാക്സിമം ഹെൽപ്പ് ചെയ്യുക. ആദ്യമൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ അഡ്മിഷൻസ് എടുക്കായിരുന്നു. ഓക്കെ സാർ, എന്തെങ്കിലും ഡൗട്ട്? No, no, no. No, no, fine, fine, fine. ഓക്കെ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മാർക്കറ്റിൽ ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, എന്തൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവർക്ക് കൃത്യമായ നോളജ് വേണം. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അവര് മാർക്കറ്റിലുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെ അവർ വിളിച്ചിട്ട് ഞങ്ങൾ അതിന്റെ ഒരു മീറ്റിംഗ് വരെ നടത്തും. പ്രസന്റേഷൻ വരെയാണ്, ഓരോ കോമ്പറ്റീറ്റർക്ക് ഇന്നതാണ്, നമ്മൾ എന്തുകൊണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, വൈ ദേ ആർ ഗോയിങ്, വൈ ദേ ആർ നോട്ട് കമ്മിങ്. ചിലവർ പറയും അവർ ആ സ്ഥാപനത്തിൽ പോയി ജോയിൻ ചെയ്ത് ഇന്ന കാരണങ്ങൾ. ചില സ്ഥാപനത്തിൽ ഗ്രൂപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്, സിബ്ലിംഗ് ഡിസ്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്തു. ചിലവരെ ടൈമിംഗ് ഇതാണ്, അതുകൊണ്ടാണ് അവിടെ പോയി ജോയിൻ ചെയ്യണത്. അപ്പൊ ഇത് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അറിയണം വേറെ മാർക്കറ്റിൽ ആരൊക്കെയാണുള്ളത്. ഇനി നമ്മളെ കുറിച്ച് അവര് എന്തുട്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. ഇപ്പൊ വേറൊരു എന്റെ സ്ഥാപനത്തിൽ, ആ സ്ഥാപനത്തിൽ അവർ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട്, അവരുടെ കോമ്പറ്റീറ്റർ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെയൊക്കെ ജോയിൻ ചെയ്ത് അവിടെ പോയി ജോയിൻ ചെയ്തെന്ന് പറയും. കാരണം അവരുടെ കോമ്പറ്റീറ്റർ അവരാണ്. അപ്പൊ എങ്ങനെയൊക്കെ ഇത് ടാക്കിൾ ചെയ്യാം, എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഇൻഫോർമേഷൻസ്, ഇതൊക്കെ കൃത്യമായി ചെയ്തും പിടിച്ചാലാണ് നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇത് അടുത്ത ഞാൻ കുറച്ചും കൂടി അക്കാഡമിക് കൗൺസിലേഴ്സിനെ ടൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. എവരി അവരവരോട് റിപ്പോർട്ട് ഇടിപ്പിക്കും ഗ്രൂപ്പില്. എന്താണ് ഗ്രൂപ്പിൽ ഇടുന്ന റിപ്പോർട്ട് എന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പൊ രാവിലെ 9:30-ക്കാണ് വരുന്നെങ്കിൽ ഞാൻ ഒരു 9:30-ക്ക് തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാൻ പറയും. അപ്പൊ നമുക്ക് എല്ലാവരും ആരൊക്കെ വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ കാണാൻ പറ്റും. 9:30 തൊട്ട് 10:30 വരെ അവർ ചിലപ്പോൾ 5 ഡേറ്റനെ ആയിരിക്കും വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് ഇടാൻ പറയും. 5 ഡേറ്റ വിളിച്ചു, അതിൽ 3 പോസിറ്റീവ്, 1 നെഗറ്റീവ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 11:30 ആകുമ്പോൾ അടുത്ത റിപ്പോർട്ട് ഇട്ട് മനസ്സിലായി വീണ്ടും ഒരു 10 പേരെ വിളിച്ചു, 2 പോസിറ്റീവ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവർ എത്ര പേരെ വിളിക്കുന്നുണ്ട്, അതിൽ പോസിറ്റീവ് എങ്ങനെയുണ്ടെന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ വിട്ട് വൈകിട്ടാണ് അവർ പറയണം. വൈകിട്ട് നോക്കുമ്പോൾ 10 പേരെ വിളിച്ചിട്ടുള്ളൂ, ഒരാൾ 25 പേരെ വിളിച്ചു, ഒരാൾ 40 പേരെ വിളിച്ചു എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ 5 പേരെ വിളിച്ചു എന്ന് കാണിച്ചു, വേറെ ആൾ 15 പേരെ വിളിച്ചു എന്നിട്ടാ കാണാം. അപ്പൊ തന്നെ നമുക്ക് ചോദിക്കാം, അപ്പൊ ആൾക്ക് തന്നെ ഒരു ചമ്പലേ, ആള് 15 പേരെ വിളിച്ചു, ഞാൻ 5 പേരെ വിളിച്ചിട്ടുള്ളൂ, എല്ലാരും കാണാനുള്ളൂ. അപ്പോൾ ആള് അടുത്ത 1 അവർ ആകുമ്പോൾ ഒന്നും കൂടി പെർഫോമൻസ് കൂട്ടും. ഇത് നമ്മൾ പറഞ്ഞ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അഗ്രസീവ് ആയിട്ട് ചെയ്താലേ കാര്യങ്ങൾ വരും. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്, അതിനൊരു സിസ്റ്റം ഉണ്ട്. ക്ലിയർ? ഇത് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്, ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് സ്ട്രാറ്റജി.
ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ ഇങ്ങനത്തെ കൺസൾട്ടിങ് ഒക്കെ ചെയ്യുന്നതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെയൊക്കെ മാനേജ് ചെയ്യാം. അപ്പൊ ഞാൻ ചില അഗ്രസീവ് അപ്രോച്ച് എടുക്കും. നിങ്ങൾ പെർഫോം ചെയ്യണം, പെർഫോം ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വെരി അഗ്രസീവ് ആയിരിക്കും. അതാണ് ഞാനൊരു ബാഡ് കോപ്പായിരിക്കും എൻ്റെ റോള്. അപ്പൊ ഈ അക്കാഡമിക് കൗൺസിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ അതിന്റെ ഓർഡറിന് അടുത്തത് പറയും, ആള് വന്ന് വളരെ സ്ട്രിക്റ്റ് ആണ്, അതാണ് ഇതാണെന്ന് പറയും. അപ്പൊ മാനേജ്മെന്റ് പറയും അത് പോട്ടെ, ഞാനത് ആളോട് സംസാരിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്ന് അവരെ ഒന്ന് സോഫ്റ്റിൽ നിർത്തും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെ ഒരാള് ഇടയ്ക്കിടയ്ക്ക് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ മീറ്റിംഗിൽ വരുമ്പോൾ നിങ്ങളാണ് ഉറങ്ങണത്, അതാണ് എന്നൊക്കെ പറയും. അപ്പൊ പുള്ളിക്ക് ഭയങ്കര സങ്കടമാവും. പുള്ളി നേരെ ഓണറിനടുത്ത് പറയും ഞാൻ നിർത്തി പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി പറയും അത് പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് സമാധാനത്തിൽ നിർത്തും. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അതാണ് സെയിൽസിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു 35 ടിപ്സ്. സാറിന് എന്തെങ്കിലും ഇതിൽ വെറുത്തായിരുന്നോ? പ്ലീസ്, ഷുവർലി, തീർച്ചയായിട്ടും. ഞാൻ എന്റെ സ്ഥാപനത്തില് അഡ്മിഷൻ തുടങ്ങുന്നതല്ലേ, അപ്പോ അതില് കുറെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തു. എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ചെയ്യണം എന്ന് തോന്നിയോ ഇതില്? എല്ലാവരും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി സാറേ. ഒരുപാട് അതിലൊരു ഇത് കാണുമ്പോൾ അത്ര 35 സ്ലൈഡാണ്. അല്ലെങ്കിൽ പലയിടത്തുള്ള എക്സ്പീരിയൻസ് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു. ഇതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു 2-3 അവര് പറഞ്ഞു ഇതിൽ കംപ്ലീറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ സാറേ, അപ്പൊ നമുക്കിപ്പോ മൺഡേ കാണാം കേട്ടോ സാറേ. ഷുവർ. ഓക്കെ സാർ, താങ്ക് യു.